ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ലേവ്യ പുസ്തകം 19, 20 അധ്യായങ്ങളിലേക്ക് നാം ഇന്ന് വന്നിരിക്കുകയാണ്. എല്ലാത്തിലും പ്രമാണം ശുദ്ധീകരണത്തിൻ്റെയും യാഗങ്ങളുടെയും ഒക്കെ പ്രമാണങ്ങളാണ് ഇതിനകത്ത് വിവരിച്ചിരിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞു. 19 അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും ഇതുപോലെയുള്ള നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും അവിടെ പറയുന്ന 19 അധ്യായം തുടങ്ങുന്നത് തന്നെ യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, എല്ലാവരോടും, അത് ആ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. നമ്മളിപ്പോൾ ഈ സെയിൻലി ആ പദവിയൊക്കെ ചിലർക്ക് കൂടുതൽ മാറ്റി നിർത്തുന്ന എന്തൊരു സമൂഹം എപ്പിസ്കോപ്പൽ ഇതിലൊക്കെ കാണുന്നത്. എന്നാൽ ഓരോ ലേഖനങ്ങളിലും പൗലോസ് അപ്പോസ്തലൻ അഭിസംബോധന ചെയ്യുന്നത് വിശുദ്ധന്മാരെ എന്ന്. കൊലോസിലുള്ള വിശുദ്ധന്മാർ, എഫേസസിലുള്ള വിശുദ്ധന്മാർ, അങ്ങനെ. അപ്പോൾ എല്ലാവരെയും ആ ഒരു കോളാണ്, നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കണം എന്നുള്ളതാണ്. സെയിൻലി നേച്ചർ, സെയിൻലി വുമൻ, സെയിൻലി മെൻ, അങ്ങനെ. ഇനി അവിടെ ഈ 10 കമാൻഡ് അതിനുള്ള കാരണങ്ങൾ. അപ്പോൾ ഒരു വിശുദ്ധന്മാരായിരിക്കുവാണെങ്കിൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്, എങ്ങനെ വേണം, അത് എന്ത് ചെയ്യണമെന്നുള്ള ചില ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിത്. ഇവിടെ നമ്മൾ കാണുകയാണ് എന്താ ചെയ്യുന്നത്. ഒന്നാമത് ഈ 10 കമാൻഡ്മെൻറ്റ്സിൻ്റെ ഒരു വിശകലനം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 10 കൽപ്പനകളുടെ അവിടെ ഒന്നാമത് പറയും അപ്പനും അമ്മയും ഭയപ്പെടണമെന്ന് പറയുകയാണ്. പിന്നെ വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് തിരിയരുത് 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. ഞാനതൊന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് തിരിയത് വാർത്തുണ്ടാക്കരുത് അതിനെ എന്ന് പറയുകയാണ്. പിന്നെ സമാധാനയാഗം അർപ്പിക്കുന്ന അത് ഭക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. തുറന്നു വരുമ്പോൾ കുറച്ച് നല്ല മോറൽസ് അവിടെ നമുക്ക് ലഭിക്കുകയാണ്. ജനറോസിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കൈൻഡ്നസ് നമുക്കുണ്ടായിരിക്കേണ്ട മറ്റുള്ളവരോടുള്ളത്. അവിടെ പറയുകയാണ്, നിങ്ങൾ നിലത്തിൽ വിള കൊയ്യുമ്പോൾ വയലിൻ്റെ അരികെ തീർത്ത് കൊയ്യരുതെന്ന്, നിൻ്റെ കൊയ്ത്തിൽ കാലാ പെറുക്കുകയും വരുത് എന്ന് പറയാൻ. തീർത്ത് കൊയ്യരുത്. ഒരു കൊയ്ത്ത് നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മണി പോലും ശേഷിക്കാതെ മുഴുവൻ അരിച്ച് പെറുക്കി എടുക്കരുതെന്നാണ് പറയുന്നത്. കാലാ പെറുക്കരുതെന്ന് പറഞ്ഞാൽ താഴെ വീണ് തുറന്ന് വീണ് അതൊന്നും എടുക്കാൻ പോകരുത്. പിന്നെ അതെന്ത് ചെയ്യണം, അത് എന്നിട്ട് പറയാം, മുന്തിരിത്തോട്ടത്തിൽ കാല പറയും, നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം പെറുക്കുകയും വരുത്, അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ദൈവത്തിന് കൺസേൺ കണ്ടോ. ഫോറിനേഴ്സ്, പരദേശിക്കും ദരിദ്രനും അത് വിട്ടേക്കണം. അങ്ങനെ തീർത്ത് അത് അവൻ എടുത്തുകൊള്ളട്ടെ എന്ന് പറയുന്നത്. ഇത് രൂത്തിൻ്റെ പുസ്തകത്തിലൊക്കെ നവോമിയുടെ അടുക്ക വന്ന് രൂത്ത് വയലിൽ കാലാ പെറുക്കാൻ പോയി എന്ന് കാണുന്നുണ്ട്. അവർ പരദേശികളാണ്, വിധവയാണ്, അത് അവർ കാലാ പെറുക്കാൻ പോകുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ ബോസിൻ്റെ വയലിൽ അവൾക്ക് വേണ്ടി ഇങ്ങനെ അതിനെ അനുവദിക്കുകയാണ് കാലാ പെറുക്കാൻ. ഇതെല്ലാം ഒരു നല്ലൊരു മാതൃകയായിട്ട് അവിടെ കാണുക. പിന്നെ അവിടെ പറയുകയാണ് 11-ാമത്തെ വാക്യത്തിൽ, മോഷ്ടിക്കരുത്, ചതിക്കരുത്, ഒരുത്തനോടൊരുത്തൻ ഭോഷ്ക് പറയരുത്, കള്ളം പറയരുത്. നുണ പറഞ്ഞാൽ ഒരു നുണ താങ്ങുവാൻ പല നുണകൾ പറയും. അതിൽ നുണ പറയുന്ന നേച്ചറേ നമുക്ക് ഉണ്ടായിരിക്കാൻ പാടില്ലെന്നാണ്. നുണ പറയരുത്. പിന്നെ എൻ്റെ നാമത്തെ കൊണ്ട് കള്ളസത്യം ചെയ്ത് നിൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത്. അനേകരോ ദൈവത്തിൻ്റെ നാമത്തിൽ, ദൈവത്താണ് സത്യം, അങ്ങനെ ഒന്നിനെ കൊണ്ട് സത്യം ചെയ്തതെന്നാണ് പറയുന്നത്. ദേവാലയത്തിൽ കൊണ്ടോ, ദേവാലയത്തിൽ യാഗപീഠത്തിൽ പൊന്നിനെ കൊണ്ടോ, പഴയ നിയമത്തിലൊക്കെ അങ്ങനെയാണ്. ദേവാലയത്തിൽ കൊണ്ട് സത്യം ചെയ്യും, അതിൽ പൊന്നിനെ കുറിച്ച് സത്യം ചെയ്യും, അങ്ങനെ ഒന്നിനെക്കുറിച്ചും. ചിലർ മക്കളെ ചൊല്ലി സത്യം ചെയ്യും. ഇതൊക്കെ ഇന്ന് നമ്മൾ കാണുന്നു സമൂഹത്തിലെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റോങ്, അത് ദൈവികതയ്ക്ക് തെറ്റായിട്ടുള്ള ഇതാണ്. പക്ഷേ അതൊക്കെ സ്റ്റാറ്റസ്, അത് പലരും അനുകരിക്കുകയാണ്. അത് സിനിമ ഫീൽഡിൽ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതൊക്കെ അനുകരിക്കുക. മക്കളുടെ മേൽ തൊട്ട് സത്യം ചെയ്യുന്നവർ, അതായത് സത്യം നീ പറയുന്നതിൻ്റെ വാക്ക് ഒന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ എന്ന് അവിടെ പറയുന്നു പ്രതിനിയമത്തിൽ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഭോഷ്ക് പറയരുത്, കള്ളസത്യം ചെയ്യരുത്, നിൻ്റെ ദൈവത്തെ നാമത്തെ അശുദ്ധമാക്കരുത്. പിന്നെ കൂട്ടുകാരനെ പീഡിപ്പിക്കരുത്. 13, അവൻ്റെ വസ്തു കവർച്ച ചെയ്യുകയും അരുത്. കൂലിക്കാരൻ്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിൻ്റെ പക്കൽ ഇരിക്കരുത്. തുടർന്ന് പറയുക 14-ാമത്തെ വാക്യം, ചെകിടനെ ശപിക്കരുത്, കുരുടൻ്റെ മുമ്പിൽ ഇടർച്ച വയ്ക്കരുത്. ചെകിടനെ ശപിച്ച് അവൻ കേൾക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ശപിക്കാൻ പാടില്ല. അതുപോലെ നമ്മുടെ ഈ അധ്യാപകരെയൊക്കെ മറഞ്ഞു നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ചിലരെയൊക്കെ നമ്മൾ കളിയാക്കത്തില്ല. അദ്ദേഹം വരുമ്പോൾ നമ്മൾ മാന്യരായിട്ട് നിൽക്കും, പോയി കഴിയുമ്പോൾ കൂട്ടുകാരുടെ മുമ്പ് നമ്മളിങ്ങനെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പ് നമ്മളിങ്ങനെ പരിഹസിച്ച് പറയും അവരെക്കുറിച്ച്. അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. അത് ചെകിടനെ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ.
അദ്ദേഹം കേൾക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. അദ്ദേഹം കേട്ടാൽ വിരസത തോന്നാത്ത ഒരു കാര്യം നമ്മൾ പറയണം. അപ്പോൾ അവിടെ പറയുന്നത്, ചെകിടനെ ശപിക്കരുത്, കുരുടന് മുമ്പിൽ ഇടർച്ച വയ്ക്കരുത്, നിന്റെ ദൈവത്തെ ഭയപ്പെടണം, ഞാൻ യഹോവയാകുന്നു. ന്യായവിസ്താരത്തിൽ ന്യായം ചെയ്തത്, എളിയവൻ്റെ മുഖം നോക്കാതെയും വലിയവൻ്റെ മുഖം ആദരിക്കാതെയും എൻ്റെ കൂട്ടുകാരൻ നീതിയോടെ ന്യായം വിധിക്കണം. എന്നാൽ വിധി എന്ന് പറയുമ്പോൾ, ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ, അവിടെ ദരിദ്രനെന്നോ ധനവാനെന്നോ നോക്കാതെ ന്യായമായി വിധിക്കണം, മുഖപക്ഷം നോക്കരുതെന്ന് പറയുന്നത്. അവിടെ നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്, 16-ാമത്തെ വാക്യത്തിൽ. പിന്നെ നിന്റെ കൂട്ടുകാരൻ്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത്, ഞാൻ യഹോവയാകുന്നു. സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്. കൂട്ടുകാരൻ്റെ പാപത്തിൻ്റെ മേൽ വരാതിരിക്കാൻ അവനെ താല്പര്യമായി ശാസിക്കണം. തെറ്റെന്തെങ്കിലും വന്നാൽ അവനോട് താല്പര്യമായി ശാസിക്കണം, അവനെ നിർവഴിക്കാക്കാനായിട്ട് സാധിക്കണം. പിന്നെ പ്രതികാരം ചെയ്യരുത്. ദൈവം പറയുന്നത് പ്രതികാരം ചെയ്യരുത്, അത് എനിക്കുള്ളതല്ലോ എന്ന് അവിടെ കർത്താവ് പുതിയ നിയമത്തിലൊക്കെ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. നിന്റെ ജനത്തിന് മക്കളോട് പക വയ്ക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അതിനകത്തെല്ലാം അടയിരിക്കുന്ന പറയുന്നത്. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിച്ചാൽ അവന് ദോഷം വരുന്ന ഒന്നും നീ ചെയ്യത്തില്ല, അവൻ്റെ അപകരിക്കത്തില്ല, അവനുള്ള യാതൊന്നും മോഹിക്കത്തില്ല. അപ്പോൾ അതാ സകല ന്യായപ്രമാണവും അത് രാജകീയ ന്യായപ്രമാണമെന്ന് പറയുന്നത്. കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. ഞാൻ തുടർന്ന് പറയാം, ഞാൻ യഹോവയാകുന്നു, നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം. പിന്നെ 2 തരം മൃഗങ്ങൾക്ക് വീണ ചേർക്കരുത്, നിന്റെ വല്ല കൂട്ടുകുത്തി വിധിക്കരുത്, 2 വക സാധനം കലർന്ന വസ്ത്രം ധരിക്കരുത്. ഇതെല്ലാം ഇസ്രായേലിന് കൊടുത്ത പ്രമാണമാണെങ്കിലും അതൊക്കെ പാലിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതൊക്കെ സംതിങ് റോങ്, വൈദ്യശാസ്ത്രപരമായിട്ടും എല്ലാം അതിനകത്ത് ദോഷം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ അത് പറയുന്നുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ അവിടെ പറയുകയാണ്, മറ്റൊരുത്തിന് വേണ്ടി അതായത് ഒരു പുരുഷൻ നിയമിച്ചോളും വീണ്ടെടുക്കപ്പെടുകയോ സ്വാതന്ത്ര്യം കിട്ടുകയോ ചെയ്യാത്തോളും ഒരു ദാസിയോടുകൂടി ഒരുത്തൻ. അവിടെ പറയാം മോറൽ ഏതിൽ നന്നായിരിക്കണമെന്ന് പറയുകയാണ്. തെറ്റായിട്ട് ദുർനടപ്പൊന്നും പാടില്ല എന്നവിടെ പറയുന്നു. പിന്നെ ആകൃത്യാകത്തെക്കുറിച്ച് തുടർന്ന് അവിടുത്തെ കൃഷി ഇസ്രായേലിലേക്ക് ഇന്നും അവർ പാലിക്കുകയാണ്. കൃഷി ചെയ്യുമ്പോൾ കൃഷി ചെയ്തിട്ട് ആദ്യം 3 വത്സരം അത് പരിശോധനയില്ലാത്തതുപോലെ ഇരിക്കണം. സർക്കംസേഷൻ എന്ന് പറയുന്നത് ഇസ്രായേലിനുള്ളത്. അത് 3 സംവത്സരം പരിശോധന ഏൽക്കാത്തതുപോലെ ഇരിക്കണം. 4-ാം സംവത്സരത്തിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഫലമെല്ലാം യഹോവയുടെ സ്തോത്രത്തിനായി ശുദ്ധമായിരിക്കണം. 5-ാം സംവത്സരത്തിലാണ് അത് നിങ്ങൾക്കതിൻ്റെ ഫലം തിന്നാന്ന് പറയുന്നത്. അങ്ങനെ അതിൻ്റെ അനുഭവം വർദ്ധിച്ചു വരും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഇസ്രായേൽ നോക്കി അവരെല്ലാം ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ഫ്ലവേഴ്സ് എല്ലാം കയറ്റി അയക്കുന്നത് പോലെ എല്ലാത്തിലും അവരധികം ബ്ലസ് ചെയ്യുന്നത് കണ്ടോ. നമ്മൾ ഈ ദശാംശമൊക്കെ കൊടുക്കുന്നതൊക്കെ ഇന്നൊക്കെ അതൊക്കെ ചിലരൊക്കെ മനസ്സോടെ എല്ലാം ചുമ്മാ എന്തെങ്കിലും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എല്ലാം ദൈവത്തിനുള്ളതാണ്. എന്നാലും അങ്ങനെ ഇത് എല്ലാം സമ്പൂർണ്ണമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെതാണ്, നമ്മുടേതൊന്നുമില്ല. പക്ഷെ എന്നാലും അതറിയാൻ വേണ്ടി ദശാംശം കൊടുക്കണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അല്ല, ഒരു സംഭവം വരും, മത്തായി സുവിശേഷത്തിലേക്ക് വരും. അപ്പം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനം. യാക്കോബ് അവിടെ പോകുമ്പോൾ ആ ഒരു ഗോവണി വെച്ച് ദർശനം കാണുമ്പോൾ അവിടെ യാക്കോബ്, എനിക്ക് കിട്ടുന്നതിലൊക്കെയും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് അവിടെ ഒരു തീരുമാനം ചെയ്യുക, സമർപ്പണം ചെയ്യുക. എന്നിട്ട് ദൈവം അഭിവൃദ്ധിപ്പെടുത്തുകയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടത്. ഇന്ന് ഉന്നതരായി തീർന്ന് കോൾഗേറ്റ് അങ്ങനത്തെ ഓരോന്ന് എടുത്തു നോക്കി അവരെല്ലാം ഇതെല്ലാം ജീവിതത്തിൽ പാലിച്ചവരാ. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ തന്നെ പറയുന്നത് 1000 കിട്ടുമ്പോൾ 100 കൊടുക്കാൻ പാടില്ല, പക്ഷെ 10,000 കിട്ടുമ്പോൾ 1000 കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തനിക്ക് കൊടുക്കേണ്ടത് കിട്ടുന്നതിൻ്റെ വലുപ്പം കാണുന്നില്ല, കൊടുക്കേണ്ടതിൻ്റെ വലുപ്പം മാത്രം കാണുന്നു. അങ്ങനെ അവിടെ പറയുന്നു. എന്നിട്ട് അവിടെ പിന്നെ പറയുകയാണ്, നമ്മൾ ഇന്നലെ പറഞ്ഞു രക്തത്തോടു കൂടി തിന്നരുത്. 26 ആഭിചാരം ചെയ്യരുത്, മുഹൂർത്തം നോക്കരുത്, നിങ്ങളുടെ തലമുടി ചുറ്റും വിളമ്പ് വടിക്കരുത്, താടിയുടെ അറ്റം വിരൂപമാക്കരുത് എന്ന് പറഞ്ഞാൽ എല്ലാം ഫെയർ ആയിരിക്കണം. ചുമ്മാ ഇന്നത്തെ കണ്ടെടുത്ത് ഒരു താടി അവിടെ വെച്ച് ഇവിടെ വെച്ച് ഇങ്ങനെ വളച്ച് കിട്ടി, എല്ലാം ഫെയർ ആയിരിക്കണം നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത്. അതവിടെ പറയുന്നത്. രക്തത്തോട് പിന്നെ പറയണം, മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കണം, മീമേൽ പച്ച കുത്തരുത് എന്ന്. ഇന്ന് ഒത്തിരി പേര് രൂപാന്തരപ്പെട്ട് വരുന്നവരൊക്കെ വേദനിക്കുന്നൊരു കാര്യമുണ്ട്, പച്ച കുത്തിയത് മായ്ക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പിന്നെ ദൈവരോട് ക്ഷമിക്കുകയാണ്. അജ്ഞതയുടെ കാലത്ത്, അറിവില്ലായ്മയുടെ കാലത്ത് പച്ച കുത്തരുത് എന്നവിടെ പറയുകയാണ്. പിന്നെ വേശ്യാവൃത്തി അത് പാടില്ല എന്നവിടെ പറയുന്നു. പിന്നെ ഏറ്റവും വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെ അടുക്കൽ പോകരുതെന്നാണ് പറയുന്നത്. ഇന്ന് എത്രയോ പേരാന്ന് പറയും ഈ കമ്പ്യൂട്ടർ ജാതകം എന്നൊക്കെ പറയുന്നതിനകത്ത് പോയി കയറിയിട്ട് അതിനകത്ത് ചില വാക്കുകൾ കേൾക്കും. ആ ഒരു നെഗറ്റീവ് വാക്കായിരിക്കും അവൻ്റെ ജീവിതത്തെ മുഴുവൻ തകർത്ത് കളയും.
അതുകൊണ്ട് അത് പരീക്ഷിക്കാൻ വേണ്ടി പോലും അങ്ങനെയൊന്നും പോയി കയറരുതെന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ജാതകം അല്ലെങ്കിൽ ജോത്സ്യനെ കൈനോട്ടക്കാർ അവിടെ ഒന്നും സമീപിക്കരുതെന്നാണ് പറയുന്നത്. അതൊക്കെ തെറ്റായിട്ട് അല്ല, നമ്മുടെ ജീവിതത്തിന് ദോഷമായിട്ട് വരും. ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുക, അപ്പോൾ ദൈവം പൂർത്തിയാക്കും. പിന്നെ 33 പരദേശി നിന്നോടുകൂടെ നിങ്ങൾ ദേശത്ത് പാർത്താൽ അവനെ ഉപദ്രവിക്കരുത്. നിങ്ങളോടുകൂടെ പാർക്കുന്ന പരദേശി നിങ്ങൾക്ക് സ്വദേശിയെ പോലെ ഇരിക്കണം, അവനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നിങ്ങളും മിസ്രയീം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ. അവിടെ പരദേശി ഫോറിനേഴ്സ്, മറ്റുള്ള ദേശക്കാരെ അവരെ ആദരിക്കണം, അവരെ ഉപദ്രവിക്കരുതെന്നാണ് പറയുന്നത്. ഇനി 35 ന്യായവിസ്താരത്തിലും അളവിലും തൂക്കത്തിലും അന്യായം ചെയ്തത് ഒത്ത തുലാസും ഒത്ത കട്ടിയും ഒത്ത പറയും ഒത്ത ഇടങ്ങഴിയും നിങ്ങൾക്കുണ്ടായിരിക്കണം. രണ്ട് തരം തൂക്കം ഉണ്ടായിരിക്കരുതെന്ന് പറയും. അതായത് മേടിക്കാനൊരു തൂക്കം നമുക്ക് കൂടുതൽ കിട്ടണം, എന്നാൽ കൊടുക്കുമ്പോൾ കുറച്ച്, അങ്ങനത്തെ ഉണ്ട്. മേടിക്കുമ്പോൾ കൂടുതൽ, കൊടുക്കുമ്പോൾ കുറച്ച്. അത് വിൽപ്പനയിലൊക്കെ ബിസിനസ്സിലൊക്കെ അത് തെറ്റാണ്. 2 തരം തൂക്കം ഉണ്ടായിരിക്കരുതെന്നാണ് പറയുന്നത്. ഇനി 20-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പിന്നെയും 6-ാമത്തെ വാക്യത്തിലേക്ക് വെളിച്ചപ്പാടിനുമാടി മന്ത്രവാദികളും പിന്നാലെ പരസംഗി പോകരുതെന്നാണ് പറയുന്നത്. 7-ാമത്തെ വാക്യം പ്രധാനമായിട്ട് പറയുക, ആകയാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരാകുവീൻ. യഹോവയായി ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. ദൈവം തന്നെ നമ്മളെ ശുദ്ധീകരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പിന്നെ കുറച്ച് മൊറാലിറ്റി, കുറച്ച് നമ്മൾ ഇന്നലെ ചോദിച്ചതുപോലെ അന്യായമായിട്ട് സ്ത്രീയോടുകൂടി ചെയ്യിക്കരുത്, മൃഗത്തോടുകൂടി ചെയ്യിക്കരുത്, മറ്റുള്ള റിലേറ്റീവ്സ്, അടുത്ത ബന്ധുക്കൾ, അവരുമായിട്ടുള്ള സെക്ഷൽ അത് എല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ദൈവത്തിന് അറപ്പാണ്, അതെല്ലാം മാലിന്യമാണ്, അതെല്ലാം നിഷ്കർമ്മം എന്നൊക്കെ വാക്കുകൾ അത് പറയുന്നത്. തുടർന്ന് 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, യഹോവയെ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടത് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. തുടർന്ന് അവസാന വെളിച്ചപ്പാടോ മന്ത്രവാദമുള്ള പുരുഷൻ ആട്ടെ സ്ത്രീ ആട്ടെ മരണശിക്ഷ ഇവിടെ പറയുകയാണ്, നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. യഹോവയെ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതിയിൽ വേർതിരിച്ചിരിക്കും. നാം ദൈവത്തിനുള്ളവരാണ്. നമ്മളെ വിശുദ്ധീകരണത്തിനായ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ഒരു ദിവസത്തിനായും കൂടി ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ട വചനങ്ങൾ കർത്താവേ എത്ര അർത്ഥവത്തായി, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രമാണങ്ങൾ എങ്ങനെ പാലിക്കണമെന്ന് കർത്താവേ നിൻ്റെ കൃപ കൂടിയേ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ. നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ് എന്ന് തിരുവനന്തപുരത്ത് കൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയതിനാൽ ഞങ്ങളുടെ സകല ശുദ്ധിയും പോക്കി ഞങ്ങളെ ശുദ്ധീകരിപ്പാൻ യേശുവെ അവിടുത്തെ രക്തം ക്രൂശിൽ ചിന്തിയല്ലോ. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന തിരുവനന്തപുരത്ത് പ്രകാരം ഞങ്ങളെ മുറ്റും മുഴുവനായും ശുദ്ധീകരിക്കണമേ കർത്താവേ. ഇതുവരെ നല്ല കൃപകൾക്കായ സ്തുതി. അപ്പം നിനക്ക് ഹിതകരമായിട്ടുള്ള മാത്രം ചെയ്തുകൊണ്ട് നിനക്ക് പ്രസാദലയിപ്പാണ്ടക്കണം, നിന്നെ പ്രസാദിപ്പാണ്ടക്കണം, നിൻ്റെ പ്രസാദലയിപ്പാണ്ടക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളോട് ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. കർത്താവെ, ഞങ്ങളിങ്ങനെ തീരുമാനിക്കും എല്ലാ കൃപയും നീയാണ് തരുന്നത്. അതിന് ഞങ്ങളെ സാധിപ്പിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്ന് ഒഴിയുവാൻ, അതിനെ ജയിക്കുവാൻ കൃപ തരുന്നത് നീയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്നുള്ളതിനാണ് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. മഹത്വത്തോടെ മാത്രം എടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ നാം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ജീവിക്കാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹരൂപൻ ഉയരങ്ങൾ താണ്ടി താണഭൂവിൽ നരനായി സ്വർഗനാട്ടിൽ പാർപ്പിടമേകാൻ സാധുവിയേഴയെ തേടി വന്നു. പാപം പോക്കി ശാപവും നീക്കി എൻ കടങ്ങൾ ആകവെ നീക്കി തൻ കരത്താൽ എന്നെയും വഹിച്ചു കൺമണി പോൽ കൃപയാൽ, കൺമണി പോൽ കൃപയാൽ. സങ്കടത്തിൽ കരുതിടും കരങ്ങൾ മറുവിതിൽ കാത്തിടും